ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചന്ദ്രിക. എല്ലാവർക്കും ചന്ദ്രൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയായ ഒരു ചെടിയെ പറ്റിയാണ്. സിങ്കോണിയം അല്ലെങ്കിൽ ആരോ ഹെഡ്. ഒരു തുടക്കക്കാർക്ക് ആദ്യം കിട്ടുന്ന പ്ലാന്റാണിത്, സിങ്കോണിയം എന്നുള്ള പ്ലാന്റ്. അതുപോലെ എനിക്കും ആദ്യം കിട്ടിയത് ഒരു സിങ്കോണിയം പ്ലാന്റാണ്. അതിൽ നിന്നാണ് എൻ്റെ ഗാർഡനിങ്ങിൻ്റെ തുടക്കം. അതുകൊണ്ട് തന്നെ ഈ ചെടിയോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, പ്രത്യേക സ്നേഹം തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ശരിക്കും ബിഗിനേഴ്സിന് ഏറ്റവും ഈസിയായി വളർത്താൻ പറ്റിയ പ്ലാന്റാണ് ഈ സിങ്കോണിയം. ഇതൊരു ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റാണ്. അതുപോലെ തന്നെ ഷെയ്ഡ് ലവിങ് പ്ലാന്റും ആണ്. എന്നാൽ തന്നെയും ഒരു പാർഷ്യൽ ഷെയ്ഡാണ് ഇതിന് വേണ്ടത്. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഈ കളറും ഇതിൻ്റെ കളറൊക്കെ നന്നായി തെളിഞ്ഞ് വരണമെങ്കിൽ നമുക്കൊരു പാർഷ്യൽ ഷെയ്ഡാണ് ഇതിനാവശ്യം. ചെറിയൊരു സൂര്യപ്രകാശം വേണം. പിന്നെ ഇതൊരു നല്ലൊരു ഓർണമെൻ്റൽ ഫോളിയേജ് പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ മിനിയേച്ചറും കിട്ടുന്നുണ്ട്, വെരിഗേറ്റഡും മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റും അതുപോലെ തന്നെ വെരിഗേറ്റഡും എല്ലാ ടൈപ്പ് പ്ലാന്റ്സും ഇതിൻ്റെ വരുന്നുണ്ട് ഇപ്പം സിങ്കോണിയത്തിൻ്റെ. ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ആരോ ഹെഡ് എന്ന്. കാരണം ഇതിൻ്റെ ലീവ്സിൻ്റെ ഒരു ഷേപ്പ് ഇവിടെ വന്ന് ഇങ്ങോട്ട് കൂർത്തിട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് ആരോ ഹെഡ് എന്നുള്ളൊരു പേരിലും കൂടി അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ ചെടികളെ ഒന്നൊന്നായി പരിചയപ്പെടാം. ഇത് നല്ലൊരു ഗ്രീൻ കളറിലുള്ള ഒരു സിങ്കോണിയാണ്. ഇതിൻ്റെ നടുവിലൊരു വൈറ്റ് കളർ സ്ട്രൈപ്സ് ഉണ്ട്. പൊതുവേ കളറൊക്കെ തെളിഞ്ഞ് വരുന്നതേ ഉള്ളൂ. കാരണം മഴക്കാലം കഴിഞ്ഞ സമയമായതുകൊണ്ട് നന്നായിട്ട് ഇത് കളർ വന്നു തുടങ്ങിയിട്ടില്ല. ഇതാണ് എനിക്ക് ആദ്യം എൻ്റെ കയ്യിൽ കിട്ടിയ സിങ്കോണിയം. പിന്നെ ഇതിൽ നിന്നാണ് ഞാൻ സിങ്കോണിയം കളക്ഷൻസ് തുടങ്ങുന്നത്. ഇത് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡുള്ള ഒരു സിങ്കോണിയം, നല്ല ഭംഗിയാണിത്. അതുപോലെ തന്നെ നല്ലൊരു പച്ച ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇത് ബുഷിയായിട്ട് വളരുന്ന ടൈപ്പും ഉണ്ട്, അതുപോലെ നമുക്ക് സ്റ്റെമ്മ് വെച്ച് പടർത്താൻ പറ്റിയ ടൈപ്പും ഉണ്ട്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇതാണ് ബുഷിയായിട്ട് വളരുന്ന ടൈപ്പ്, ഗ്രീൻ കളറിലുള്ളത്. ഇത് നല്ല നിറഞ്ഞ് വരും പോട്ടിൽ. ഇതിപ്പോൾ ഞാൻ പ്ലാന്റ് ചെയ്തിട്ട് അധികം ആയിട്ടില്ല. അതുപോലെ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു പിങ്ക് കളറിലുള്ള ഒരു ലൈൻ ഇങ്ങനെ തെളിഞ്ഞ് വരും. ഇതിലുണ്ടത് ഒരു പിങ്ക് കളറിലുള്ള ഒരു ലൈന്. നല്ല അട്രാക്ഷനാണ് ശരിക്കും അതിൻ്റെ ലീവ്സ് കാണാൻ. ഇത് പൊതുവെ ഞാൻ സ്റ്റെമ്മൊന്നും കൊടുക്കാറില്ല ഇതിന്. ഇത് നല്ലൊരു വൈറ്റ് കളറിലുള്ള, നല്ല വൈറ്റ് കളറല്ല, ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു ടൈപ്പാണ്. ഇത് നിറഞ്ഞു വരും. ഇതിൽ ഏറ്റവും നിറഞ്ഞു വരുന്ന നല്ലോണം ബുഷായി വരുന്ന ഒരു ടൈപ്പ് സിങ്കോണിയാണ് ഇത്. ഇതിനെല്ലാം വേറെ വേറെ പേരുണ്ടായിരിക്കും, എനിക്ക് പേരൊന്നും അറിയില്ല. ഇത് നല്ല നിറഞ്ഞു വരും. ഒരു പ്രത്യേകിച്ച് നല്ലൊരു വളപ്രയോഗം ഇതിന് ആവശ്യമില്ല. ഒരു തൈ നട്ടാൽ തന്നെ ഒരു 5-6 മാസത്തിനുള്ളിൽ നല്ല ബുഷായി വരുന്ന ടൈപ്പ് സിങ്കോണിയാണിത്. അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് അല്ല, സെയിം പ്ലാന്റ് തന്നെ. ഞാൻ പിന്നെ വേറെ പോട്ടിൽ നട്ടതാണിത്. പിന്നെ ഇതൊരു പിങ്ക്, ഇതിൻ്റെ ഈ പിങ്കാണ്, ഒരു പിങ്ക് കളറ്. ഇത് ചെറിയ ലീവ്സുള്ള പിങ്ക് ഷെയ്ഡുള്ള ഒരു സിങ്കോണിയാണ്. അത് തന്നെ ഞാൻ വളർത്തി സ്റ്റെമ്മ് വെച്ച് പടർത്തി കൊടുത്താണ്. ഇത് നല്ല ഭംഗിയിൽ ഇത് പടർന്ന് വന്നിട്ടുണ്ട്. ഇത് പക്ഷേ വെയിൽ കൂടുതൽ കൊള്ളാത്തത് കൊണ്ടാണ് കളർ തെളിഞ്ഞ് വരാത്തത്. ഇല്ലെങ്കിൽ നല്ല ഇതേപോലെ പിങ്ക് കളറിൽ വരും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആദ്യം എൻ്റെ കയ്യിൽ വന്ന ഒരു സാധാരണ ഉള്ള സിങ്കോണിയാണ്. ഇതെല്ലാവരുടെ അടുത്തുണ്ടാവും, എല്ലാവരുടെ കയ്യിലും. ഇത് ഒന്ന് നിലത്ത്, ഇതിൻ്റെ ഒരു പൊട്ടി നിലത്ത് വീണാൽ തന്നെ ഇഷ്ടം പോലെ വളരുന്ന ടൈപ്പാണിത്. അങ്ങനെയുള്ളൊരു സിങ്കോണിയാണ് ഇതെൻ്റെ കയ്യിൽ. അതിൻ്റെ കൂടെ തന്നെ ആദ്യം കിട്ടിയ സിങ്കോണിയം. ഇതിനെ ഞാനിപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് കട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിനെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് വളവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നല്ല ബുഷിയായിട്ട് നല്ല കളറിൽ വരും. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നത്. ഇതാണ് സുന്ദരി എന്ന് പറഞ്ഞാൽ. എന്ത് ബുഷിയായിട്ട് ഒരു നിറയെ വരും. ഇത് വലിയ തൈയായിട്ട് വരും. നിറഞ്ഞ് വന്നാൽ ഇത് ഭയങ്കര ഭംഗിയാണ് ഈ ചെടി കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു പകുതി വെള്ളയും പച്ചയും എല്ലാം കൂടി, എന്താ രസം.
ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് മിനിയേച്ചർ ടൈപ്പ്. നേരത്തെ കാണിച്ചത് തന്നെ 1-2 മിനിയേച്ചർ തന്നെയാണ്. ഇതാ മിനിയേച്ചർ ഞാനിതായി ചിരട്ടയിൽ നട്ടിട്ട് വേണ്ട ഹാങ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഇൻഡോറിലും വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇതിൽ നിറഞ്ഞൊരു കുഞ്ഞു തൈ ഞാൻ നട്ടതേ ഉള്ളൂ. ഇതിൽ നിറച്ചും വന്നിട്ട് വേണ്ടതാ. ഇത് പിങ്ക്, ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഒരു സിങ്കോണിയാണ് ഇത്. ഇത് കണ്ട മിനിയേച്ചർ ചെറിയ ലീവ്സ് ആയിട്ടുള്ളത്. ഇതിന് കുറച്ച് സ്ലോ ഗ്രോത്താണ്, അത്ര പെട്ടെന്ന് വളർന്ന് നിറഞ്ഞു വരില്ല. മറ്റ് സിങ്കോണിയം പോലെ കുറച്ച് സ്ലോ ഗ്രോത്താണ്. ഇത് നേരത്തെ ഞാൻ കാണിച്ചതിൻ്റെ തന്നെ ചെറിയ കുഞ്ഞ്. ഇത് ഇന്നലെ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പുതിയൊരു പ്ലാന്റ് അന്ന് പറഞ്ഞ് തന്നെയാണ്, പക്ഷേ അറിയില്ല മിനിയേച്ചർ ടൈപ്പ്. ഇത് കണ്ട ചെറിയ ലൈറ്റ് ഗ്രീനിൻ്റെ മിനിയേച്ചർ. ഇത് നേരത്തെ കാണിച്ചത് തന്നെ. ഇത് ഒരു ഹാഫ്, ഇതിൻ്റെ ശരിയായിട്ടുള്ള കളർ ഇതാണ്. പകുതി പിങ്കും പകുതി വൈറ്റും ആയിട്ടുള്ള ലീഫാണ് ഇതിൻ്റെ. ഇതിപ്പോൾ ഈ മഴക്കാലം കഴിഞ്ഞത് കൊണ്ടാണ്. ഇതിപ്പോൾ കുറച്ച് വെളിച്ചവും വെയിലും ഒക്കെ കൊള്ളുമ്പോൾ നല്ലൊരു കളറിൽ വരും. ഞാൻ സ്റ്റെമ്മ് കൊടുത്തതാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. ഇതുപോലുള്ള ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്യുക. ഇതുപോലുള്ള ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്ത് ഇതിൽ നിന്ന് 2 പ്ലാന്റോ 3 പ്ലാന്റോ നമുക്ക് കിട്ടും. ഇങ്ങനെ 2 പ്ലാന്റാക്കി ഇതുപോലെ നടുക. ഇനി വേറൊരു മാർഗമുണ്ട്. പിന്നെ ഇതുപോലെ ബുഷിയായി നിൽക്കുന്ന ടൈപ്പാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു സ്റ്റെമ്മ് ഇതുപോലെ പൊട്ടിച്ചെടുക്കുക. ഇതുപോലെയുള്ള സ്റ്റെമ്മ് പൊട്ടിച്ചെടുക്കാൻ പറ്റും. അത് വെച്ചാലും നമുക്ക് തൈകൾ കിട്ടും. ഇതൊക്കെ നല്ല തൈകളാണ്. ഇതൊക്കെ നല്ല തൈകൾ ഉണ്ടാക്കാൻ പറ്റും. ഇത്രയും ചെറുതാണെങ്കിലും നല്ല തൈകളിൽ നിന്ന് ഇത് നല്ല ചെടികൾ ഉണ്ടാക്കാൻ പറ്റും. സിങ്കോണിയത്തിൽ 2 ടൈപ്പ് ഉണ്ട്. സ്റ്റെമ്മിൽ പടക്കുന്നതും അതുപോലെ തന്നെ ബുഷായി വളരുന്നതും. ഇനി നമുക്ക് ബുഷിയായി വളരണം, സ്റ്റെമ്മ് വേണ്ട എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് ബുഷിയായി വരും. ഇത് പൊതുവെ പഴയ പ്ലാന്റാണ്, വളരെ പഴയ പ്ലാന്റാണ്. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ഇത് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മളിതിന് ഇത് ഞാൻ തീർത്തും കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇതിൽ നന്നായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുത്ത് കുറച്ച് ശകലം മണ്ണ് ഇട്ട് കൊടുത്താൽ ഇത് നല്ല ബുഷിയായി നല്ല മനോഹരമായിട്ട് വരും. ഞാനിത് 3-4 വർഷമായിട്ട് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും മണ്ണ് ഉണ്ടായിരുന്നില്ല ഇതിൽ. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അല്ലാണ്ട് എല്ലാ വർഷവും ഇതിനെ റീപ്ലാന്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. സിങ്കോണിയത്തിൻ്റെ കൂട്ടത്തിൽ നല്ല ബുഷിയായി വളരുന്നതും വലിയ ഇലകളോട് കൂടിയ ഒരു സിങ്കോണിയാണിത്. ഇതിന് മാർക്കറ്റിൽ കുറച്ച് നല്ല വിലയുണ്ട്. നഴ്സറികളിലെല്ലാം നല്ല വിലയുള്ള ടൈപ്പാണിത്. ഇത് ഇത് കുറച്ച് വെയിലൊക്കെ കൊണ്ട നല്ലൊരു ഇതിൻ്റെ പിങ്കിഷ് ലീവ്സാണ് ഇതിൻ്റെ കെയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് സാധാരണ മണ്ണിലും വളരുന്ന ഒരു ചെടിയാണ് സിങ്കോണിയം. പിന്നെ പോട്ടി മിക്സ്, കമ്പോസ്റ്റ്, ചകിരിച്ചോറ് അല്ലെങ്കിൽ മണൽ, ആറ്റുമണൽ, പിന്നെ ഗാർഡൻ സോയിൽ, ഇത്രയുമാണ് ഇതിന് ആവശ്യം. പിന്നെ ഒരു 2 ദിവസം കൂടുമ്പോൾ വെള്ളം കൊടുത്താൽ മതി. പിന്നെ സാധാരണ വലിയ അസുഖങ്ങൾ ഇതിനെ ബാധിക്കുന്നില്ല. പിന്നെ ഒരു 3 മാസം കൂടുമ്പോൾ ഫെർട്ടിലൈസ് ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ല ഭംഗിയിൽ ഈ സിങ്കോണിയം നമ്മുടെ ഗാർഡനിൽ നിൽക്കും. ഇപ്പം മനസ്സിലായില്ലേ? തുടക്കക്കാർക്ക് വേണ്ടി വളർത്താൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് സിങ്കോണിയം. ഞാനും ഇതിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത്. അതുകൊണ്ട് എല്ലാവരും സിങ്കോണിയത്തിനെ ഒഴിവാക്കരുത്.